ഷേവ് ചെയ്താൽ മുടി കൂടുതൽ വേഗത്തിൽ വളരുകയും ചെയ്യും. പിന്നെ വളരുന്ന മുടിക്ക് കട്ടിയും കൂടുതലായിരിക്കും. ഇത് നമ്മളിൽ ഭൂരിപക്ഷം പേരും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് വെറും ഒരു മിത്താണെന്ന് ഏകദേശം ഒരു നൂറ്റാണ്ടിന് മുൻപ് തന്നെ തിരിച്ചറിഞ്ഞതാണ്. മുടി വളരുന്നത് സ്കിന്നിനു മടിയിലുള്ള ഫോളിക്കിൾസിൽ നിന്നുമാണ്. മുടിയുടെ വളർച്ചയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഫോളിക്കിൾസ് ആണ്. പക്ഷെ ഷേവ് ചെയ്യുമ്പോൾ ഈ ഫോളിക്കിൾസിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതിനാൽ മുടിയുടെ വളർച്ചയിലും യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല. സംഭവം ഏകദേശം എല്ലാവരും പ്യൂബർട്ടി എത്തുന്ന പ്രായത്തിലാണ് ഷേവ് ചെയ്യാൻ തുടങ്ങുന്നത്. ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വളരെ വേഗം സംഭവിക്കുന്ന ഒരു സമയമാണത്. ആ സമയത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിലും സ്വാഭാവികമായിട്ട് തന്നെ മുടി കൂടുതൽ വേഗത്തിൽ വളരുകയും മുടിയുടെ കട്ടി കൂടുകയും ചെയ്യും. പക്ഷെ ഇത് കാണുമ്പോൾ ഷേവ് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് തോന്നും. അങ്ങനെയാണ് ഈ മിത്ത് രൂപം കൊണ്ടത്. മുഖത്ത് ദേഷ്യഭാവം വരുത്തുന്നതിനേക്കാൾ എളുപ്പമാണ് ചിരിക്കാൻ. കാരണം ചിരിക്കാൻ കുറച്ച് മസിൽസ് ഉപയോഗിച്ചാൽ മതി. എന്നാൽ ദേഷ്യഭാവം വരുത്താനാണെങ്കിൽ കൂടുതൽ മസിൽസ് ഉപയോഗിക്കണം. ഇത് പൂർണ്ണമായും തെറ്റാണ്. ചിരിക്കാനും ദേഷ്യഭാവം വരുത്താനും വളരെ സങ്കീർണമായ നിരവധി മസിൽസ് ആവശ്യമാണ്. ഈ രണ്ട് കാര്യം ചെയ്യാനും കൃത്യമായും ഇത്ര മസിൽസ് ആണ് ഉപയോഗിക്കുന്നത് എന്നൊരു കണക്കില്ല. രണ്ടിന്റെയും തീവ്രതയ്ക്കനുസരിച്ച് ഉപയോഗിക്കുന്ന മസിൽസിന്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യാം. ചിരിക്കാൻ കുറച്ച് മസിൽസ് മതിയെന്ന് പറയുന്നത് ചിരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. തോക്കുകളിൽ സൈലൻസർ ഉപയോഗിച്ചാൽ വെടിവെക്കുമ്പോൾ അതിൽ നിന്നും ശബ്ദം പുറത്തു വരില്ല. ഈ മിത്ത് സിനിമകളിൽ നിന്നുമാണ് ഉണ്ടായത്. പക്ഷേ യഥാർത്ഥത്തിൽ സൈലൻസർ ഉപയോഗിക്കുമ്പോൾ ശബ്ദത്തിന്റെ അളവ് കുറയുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ശബ്ദം പൂർണ്ണമായും ഇല്ലാതാകില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും ഇതിനെ സൈലൻസർ എന്നല്ല പറയുന്നത്, മറിച്ച് സപ്രസർ എന്നാണ്. സാധാരണഗതിയിൽ 140 ഡെസിബിൾസ് മുതൽ 175 ഡെസിബിൾസ് വരെയാണ് വെടിയൊച്ചയുടെ ശബ്ദം. എന്നാൽ സപ്രസർ ഉപയോഗിക്കുമ്പോൾ വെറും 20 മുതൽ 35 ഡെസിബിൾസ് വരെ മാത്രമേ കുറയുകയുള്ളൂ. അതായത് സപ്രസർ ഉള്ള തോക്കിന്റെ വെടിയൊച്ചയ്ക്ക് 110 മുതൽ 140 ഡെസിബിൾസ് വരെ ശബ്ദമുണ്ടായിരിക്കും. താരതമ്യേന പറഞ്ഞാൽ ഏതാണ്ട് 140 ഡെസിബിൾസ് ആണ് ജെറ്റ് എഞ്ചിന്റെ ശബ്ദം. അപ്പോൾ സപ്രസർ ഉപയോഗിച്ചാലും വെടിയൊച്ച വ്യക്തമായിട്ട് തന്നെ കേൾക്കാൻ കഴിയും. അല്ലാതെ അത് നിശബ്ദമായിരിക്കില്ല. ച്യൂയിങ് ഗം അല്ലെങ്കിൽ ബബിൾ ഗം വിഴുങ്ങിയാൽ അത് നമ്മുടെ വയറ്റിൽ പല വർഷങ്ങളോളം കാലം കിടക്കും. ഇത് വെറും ഒരു മിത്താണ്. സിന്തറ്റിക് പോളിമേഴ്സും റെസിൻസും വാക്സസും ഒക്കെ ഉപയോഗിച്ചാണ് ച്യൂയിങ് ഗംസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ച്യൂയിങ് ഗമ്മിനെ പൂർണ്ണമായും ദഹിപ്പിക്കാൻ നമ്മുടെ സ്റ്റൊമക്കിന് കഴിയില്ല. പക്ഷെ എന്ന് കരുതി അത് വയറ്റിൽ തന്നെ വർഷങ്ങളോളം കാലം കിടക്കുകയൊന്നുമില്ല. ദഹിക്കാത്ത മറ്റ് ഏത് ആഹാര പദാർത്ഥങ്ങളെ പോലെയും ച്യൂയിങ് ഗമ്മും ഏതാനും ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വേസ്റ്റ് ആയിട്ട് പുറത്തു പോകും. അതുകൊണ്ട് അബദ്ധത്തിലെങ്ങാനും നിങ്ങൾ ച്യൂയിങ് ഗം വിഴുങ്ങിയാൽ അത് വയറ്റിൽ തന്നെ വർഷങ്ങളോളം കാലം കിടക്കുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളം, അതായത് 2 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. നമ്മളിൽ ഭൂരിപക്ഷം പേരും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് ഒട്ടും തന്നെ പ്രായോഗികമായ ഒരു കണക്കല്ല. ആവശ്യത്തിനനുസരിച്ചാണ് വെള്ളം കുടിക്കേണ്ടത്. ഓരോരുത്തരുടെയും ആവശ്യം വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് 1 ലിറ്റർ വെള്ളം മതിയായിരിക്കും, ചിലർക്ക് 3 ലിറ്റർ വെള്ളം വേണ്ടിവരും. അതുപോലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് വെള്ളം കുടിക്കുന്നതിന്റെ അളവ് മാറും. വേനൽക്കാലത്ത് ചിലപ്പോൾ 4-5 ലിറ്റർ ഒക്കെ കുടിച്ചേക്കാം. ചുരുക്കി പറഞ്ഞാൽ ദാഹിക്കുമ്പോൾ കൃത്യമായും വെള്ളം കുടിക്കുക എന്നതല്ലാതെ ഒരു ദിവസം കൃത്യമായും 2 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം എന്നൊരു കണക്കില്ല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം എവറസ്റ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് പൂർണ്ണമായും ശരിയല്ല. 29,000 അടി ഉയരമുള്ള എവറസ്റ്റ് തീർച്ചയായും ഒരു ഗംഭീരമായ പർവ്വതം തന്നെയാണ്. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും നോക്കുമ്പോൾ മാത്രമാണ് എവറസ്റ്റിന് ഇത്രയും ഉയരമുള്ളത്. എവറസ്റ്റിന്റെ ബേസ് അഥവാ അടിസ്ഥാനം തുടങ്ങുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 14,000 അടി ഉയരത്തിലാണ്. അപ്പോൾ എവറസ്റ്റിന്റെ ബേസ് മുതൽ കൊടുമുടിയുടെ അറ്റം വരെയുള്ള ഉയരം നോക്കിയാൽ യഥാർത്ഥത്തിൽ അതിന് 15,000 അടി ഉയരമേ ഉള്ളൂ. ശരിക്കും പർവ്വതത്തിന്റെ ബേസ് മുതൽ അറ്റം വരെയുള്ള ഉയരം നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളുടെ ലിസ്റ്റിൽ ആദ്യത്തെ 10 എണ്ണത്തിൽ പോലും എവറസ്റ്റിനെ കാണാൻ കഴിയില്ല. അങ്ങനെ നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഹവായി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് കിയയാണ്. സമുദ്രനിരപ്പിൽ നിന്നും നോക്കുമ്പോൾ ഇതിന് വെറും 14,000 അടി ഉയരമേ ഉള്ളൂ. അതായത് എവറസ്റ്റിന്റെ പകുതി ഉയരം. എന്നാൽ കിയയുടെ 60% സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഈ വെള്ളത്തിനെ മാറ്റി ബേസ് മുതൽ അറ്റം വരെയുള്ള ഉയരം നോക്കിയാൽ കിയ പർവ്വതത്തിന് ഏകദേശം 33,500 അടി ഉയരമുണ്ട്. അതായത് എവറസ്റ്റിന്റെ ഇരട്ടിയിൽ കൂടുതൽ ഉയരം. സിനിമകളിലൊക്കെ വളരെ മാരകമായ ജീവികളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വർഗമാണ് പിരാനകൾ. മനുഷ്യരെ കണ്ടാൽ ഉടൻ തന്നെ അത് വന്ന് മനുഷ്യരെ ആക്രമിച്ച് കൊന്നുകളയുമെന്നാണ് മിക്കവാറും സിനിമകളിലുമൊക്കെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അത് വെറും ഒരു മിഥ്യാധാരണ മാത്രമാണ്.
പിരാനകൾ അങ്ങനെ പെട്ടെന്നൊന്നും മനുഷ്യരെ ആക്രമിക്കാറില്ല. അവയുടെ പല്ലുകളൊക്കെ മാരകം തന്നെയാണ്. പക്ഷെ ആ പല്ലുകളെല്ലാം തീരെ ചെറുതാണെന്ന് കൂടെ ഓർക്കണം. അതുകൊണ്ട് തന്നെ അവ മനുഷ്യരെ ആക്രമിച്ചാലും പൊതുവെ കയ്യിലും കാലിലുമൊക്കെ വളരെ നിസ്സാരമായ മുറിവുകൾ മാത്രമേ പറ്റാറുള്ളൂ. അല്ലാതെ അവ മനുഷ്യരെ ആക്രമിച്ച് കൊല്ലുകയൊന്നുമില്ല. അങ്ങനെ പിരാനകൾ മനുഷ്യരെ കൊന്നിട്ടുള്ള സംഭവങ്ങൾ ഉണ്ട്. പക്ഷെ അതെല്ലാം അത്യധികം അപൂർവമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവങ്ങളല്ല. അപൂർവമായ സംഭവങ്ങളെ പരിഗണിച്ചാൽ ആട് പോലും മാരക ജീവിയാണെന്ന് പറയേണ്ടി വരും. കാരണം അതും മനുഷ്യനെ ആക്രമിച്ച് കൊന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഏകദേശം ഇതേപോലെയാണ് ഷാർക്കുകളുടെ കാര്യവും. മനുഷ്യരെ കണ്ടാലുടൻ തന്നെ വേട്ടയാടുന്ന അത്യധികം ഭീകരമായ ജീവികളായിട്ടാണ് സിനിമകളിലെല്ലാം തന്നെ ഷാർക്കുകളെ ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷെ അത് പൂർണ്ണമായും ശരിയല്ല. ഷാർക്കുകൾ പൊതുവെ പെട്ടെന്നൊന്നും മനുഷ്യരെ ആക്രമിക്കാറില്ല. കാരണം മനുഷ്യര് അവരുടെ ഡയറ്റ് പ്ലാനിലുള്ള സാധനമല്ല. വെള്ളത്തിനടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിലൂടെ നീന്തുന്ന മനുഷ്യരെ നീർനായകളായിട്ടായിരിക്കും ഷാർക്കുകൾക്ക് തോന്നുന്നത്. അങ്ങനെയാണ് പലപ്പോഴും അവ മനുഷ്യരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അതിനു പുറമെ കൗതുകം കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാനും അവ കടിക്കാറുണ്ട്. അതായത് കൊച്ചുകുട്ടികൾ കൗതുകത്തോടെ കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് വായിലിടുന്നത് പോലെ. നിർഭാഗ്യവശാൽ ഷാർക്സിന്റെ മാരകമായ പല്ലുകൾ കാരണം കൗതുകത്തോടെയുള്ള കടിയും ചിലപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മാരകമായിരിക്കും. അല്ലാതെ ഷാർക്കുകൾ മനുഷ്യരെ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ച് കൊല്ലാറില്ല. ഷാർക്സിന്റെ ആക്രമണങ്ങൾ കാരണം പരിക്കുകൾ പറ്റുന്നതല്ലാതെ പൊതുവെ മനുഷ്യരെ കൊല്ലപ്പെടുകയൊന്നും ചെയ്യാറില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊല്ലുന്ന ജീവികളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും അവസാനമാണ് ഷാർക്ക്. അതും വെറും 4 പേരെ മാത്രമാണ് സ്രാവുകൾ കൊല്ലുന്നത്. പിരാനകളെയാണെങ്കിൽ ഈ ലിസ്റ്റിൽ കാണാനേ ഇല്ല. താരതമ്യേന പറഞ്ഞാൽ തേനീച്ചകൾ പ്രതിവർഷം 60ഓളം പേരെ കൊല്ലുന്നുണ്ട്. അപ്പോൾ ഷാർക്സിനേക്കാൾ നമ്മൾ പല മടങ്ങ് ഭയക്കേണ്ടത് തേനീച്ചകളെയാണ്. മനുഷ്യരോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജീവി വർഗമാണ് ഡോൾഫിൻസ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു മിത്താണ്. ഒരുപക്ഷെ ഡോൾഫിൻസിന്റെ ചിരിക്കുന്ന മുഖമായിരിക്കും അവ ഫ്രണ്ട്ലി ആണെന്ന് കരുതാനുള്ള ഏറ്റവും പ്രധാന കാരണം. എന്നാൽ അത് അവയുടെ മുഖത്തിന്റെ ആകൃതി മാത്രമാണ്. അല്ലാതെ അവ ശരിക്കും ചിരിക്കുകയോ സന്തോഷിക്കുകയോ ഒന്നുമല്ല. അവ വളരെ മാരകമായിട്ട് വേട്ടയാടുന്ന സമയത്തും ഈ ചിരിക്കുന്ന മുഖം തന്നെ ആയിരിക്കും. ഡോൾഫിൻസ് പലപ്പോഴും ബോട്ട്സിന്റെയും മനുഷ്യരുടെയും ഒക്കെ അടുത്ത് വരാറുണ്ട്. പക്ഷെ അതൊന്നും പൊതുവെ മനുഷ്യരുമായിട്ട് ചങ്ങാത്തം കൂടാൻ വരുന്നതല്ല. അവ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ജീവികളാണ്. ആ ക്യൂരിയോസിറ്റി കാരണമാണ് അവ ബോട്ടുകളുടെ അടുത്ത് വന്ന് നോക്കുന്നത്. ഡോൾഫിൻസ് ശരിക്കും വന്യമൃഗങ്ങൾ തന്നെയാണ്. മറ്റെല്ലാ വന്യമൃഗങ്ങളെയും പോലെ അവയും വളരെ ഡേഞ്ചറസ് ആകാനുള്ള സാധ്യതയുണ്ട്. ഡോൾഫിൻസ് പൊതുവെ മനുഷ്യരെ ഉപദ്രവിക്കാറില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഡോൾഫിൻസ് മനുഷ്യരെ മാരകമായിട്ട് ആക്രമിച്ചിട്ടുള്ള നിരവധി കേസുകളുണ്ട്. വവ്വാലുകൾക്ക് കണ്ണ് കാണാൻ കഴിയില്ല. അതിനു പകരം അവ എക്കോ ലൊക്കേഷനാണ് ഉപയോഗിക്കുന്നത്. ഈ മിത്തും നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ വവ്വാലുകൾക്ക് കണ്ണ് കാണാൻ കഴിയും. പ്രത്യേകിച്ച് സന്ധ്യാസമയത്തും ഉഷസ്സിലും അവയ്ക്ക് വളരെ നല്ല രീതിയിലുള്ള കാഴ്ചശക്തി ഉണ്ടായിരിക്കും. പൂർണ്ണമായ അന്ധകാരത്തിലും എക്കോ ലൊക്കേഷൻ ഉപയോഗിച്ച് അവയ്ക്ക് നല്ല രീതിയിൽ തന്നെ സഞ്ചരിക്കാൻ കഴിയും. അല്ലാതെ എക്കോ ലൊക്കേഷൻ എന്നത് കണ്ണുകൾക്ക് പകരമുള്ള ഒരു സംവിധാനമല്ല. സ്പേസ് സ്യൂട്ട് ഇല്ലാതെ ബഹിരാകാശത്ത് പോയാൽ നമ്മൾ പൊട്ടിച്ചിതറും. സിനിമകളിൽ നിന്നുമാണ് ഈ മിത്തും രൂപം കൊണ്ടത്. സ്പേസ് സ്യൂട്ട് ഇല്ലാതെ ബഹിരാകാശത്തിലെത്തിയാൽ നമ്മുടെ ശരീരം ശരിക്കും വീർത്ത് കയറും. അതിന് കാരണം ബഹിരാകാശത്തിലെ കുറഞ്ഞ സമ്മർദ്ദമാണ്. ഭൂമിയിൽ അന്തരീക്ഷത്തിന് സമ്മർദ്ദം കൂടുതലായതിനാൽ ഇവിടെ വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി സെൽഷ്യസ് താപനില വേണം. പക്ഷേ ബഹിരാകാശത്ത് സമ്മർദ്ദം കുറവായതുകൊണ്ട് അവിടെ വെള്ളം തിളയ്ക്കാൻ ഏതാണ്ട് 36 ഡിഗ്രി സെൽഷ്യസ് മതി. നമ്മുടെ ശരീരത്തിന്റെ സാധാരണ താപനിലയും ഏകദേശം അത്രയുമാണ്. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്തിൽ വെച്ച് നമ്മുടെ ശരീരത്തിലുള്ള രക്തവും പല തരത്തിലുമുള്ള മറ്റ് ദ്രാവകങ്ങളും ഒക്കെ തിളച്ച് നീരാവിയായി മാറാൻ നമ്മുടെ ശരീരത്തിലെ താപനില തന്നെ ധാരാളമാണ്. അങ്ങനെ ഈ നീരാവി കാരണം ശരീരത്തിലെ കോശങ്ങളൊക്കെ വികസിക്കും. അനന്തരഫലമായിട്ടാണ് ശരീരം വീർത്ത് കയറുന്നത്. ഈ പ്രക്രിയയെ എബുള്ളിസം എന്നാണ് പറയുന്നത്. പക്ഷേ ശരീരം വീർക്കുമെന്ന് കരുതി സിനിമകളിൽ കാണുന്നത് പോലെ ശരീരം പൊട്ടിച്ചിതറില്ല. കാരണം നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ എലാസ്റ്റിക് സ്വഭാവമുണ്ട്. അതിനാൽ ശരീരം വീർക്കുന്നതിനനുസരിച്ച് തൊലിയും വികസിക്കും. അതുകൊണ്ട് തന്നെ ശരീരം പൊട്ടിച്ചിതറാൻ നമ്മുടെ സ്കിൻ അനുവദിക്കില്ല. അതുപോലെ പല സിനിമകളിലും ബഹിരാകാശത്തിൽ ഇറങ്ങിയ ഉടൻ അല്ലെങ്കിൽ ബഹിരാകാശത്തിൽ വെച്ച് സ്പേസ് സ്യൂട്ട് പൊട്ടിപ്പോകുന്ന ഉടനെ ശരീരം മഞ്ഞുകട്ട പോലെ മരവിച്ചു പോകുന്നതായിട്ട് കാണാം. ബഹിരാകാശം വളരെ തണുത്ത സ്ഥലം തന്നെയാണ്. പക്ഷെ എന്ന് കരുതി ഇങ്ങനെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് ശരീരം ഫ്രീസ് ആകില്ല. പകരം അത് വളരെ സ്ലോ ആയിട്ടായിരിക്കും സംഭവിക്കുന്നത്. സൂര്യന്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ മഞ്ഞ നിറമാണെന്നായിരിക്കും പെട്ടെന്ന് നമ്മൾ ഓർക്കുന്നത്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ചിത്രങ്ങളിലും വീഡിയോസിലും സൂര്യന് മഞ്ഞ നിറമാണ്. ചിത്രങ്ങളിലും വീഡിയോസിലും മാത്രമല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോഴും സൂര്യനെ മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത്. അതിനൊക്കെ പുറമെ സൂര്യനെ യെല്ലോ ഡ്വാർഫ് നക്ഷത്രമെന്നാണ് വിളിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സൂര്യന്റെ നിറം വെള്ളയാണ്.
ഭൂമിയുടെ അന്തരീക്ഷം നീലയോട് ചേർന്ന നിറങ്ങളെയൊക്കെ സ്കാറ്റർ ചെയ്യിക്കും. അപ്പോൾ അന്തരീക്ഷം കടന്ന് ഉപരിതലത്തിൽ എത്തുന്നത് ചുവപ്പിനോട് ചേർന്ന നിറങ്ങളായിരിക്കും. അതുകൊണ്ടാണ് സൂര്യൻ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നത്. പിന്നെ യെല്ലോ ഡ്വാർഫ് എന്ന പേര് തെറ്റായ പേരാണ്. പണ്ട് സൂര്യനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ലായിരുന്ന കാലത്തിലാണ് ആ പേര് നൽകിയത്. പക്ഷേ പിന്നീട് ആ പേര് സ്റ്റക്ക് ആവുകയും ചെയ്തു. അല്ലാതെ സൂര്യന്റെ നിറം മഞ്ഞ ആയതുകൊണ്ടല്ല അതിനങ്ങനെ പേര് നൽകിയിരിക്കുന്നത്. ബഹിരാകാശത്തിൽ വെച്ച് പകർത്തിയ സൂര്യന്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ കണ്ടാൽ അത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാനും സാധിക്കും. കാരണം അതിലെല്ലാം സൂര്യന് വെള്ള നിറമാണ്. ദശലക്ഷക്കണക്കിന് ആസ്ട്രോയിഡുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന മേഖലയാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. അതുകൊണ്ട് തന്നെ ആസ്ട്രോയിഡ് ബെൽറ്റിലൂടെ കടന്നു പോകാൻ ബഹിരാകാശ പേടകങ്ങൾക്കൊക്കെ വളരെയേറെ പ്രയാസകരമാണ്. ആസ്ട്രോയിഡ് ബെൽറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞൂടാത്ത എല്ലാവരും ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെയുള്ള ഓരോ ആസ്ട്രോയിഡ്സിനും ഇടയിൽ ശരാശരി ഏതാണ്ട് 10 ലക്ഷം കിലോമീറ്റേഴ്സോളം ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ 2 ആസ്ട്രോയിഡ്സിനെ ഒരുമിച്ച് കാണുക എന്നത് പോലും വളരെ പ്രയാസകരമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ഒരു ഉൽക്കയിൽ ചെന്ന് ഇടിക്കുക എന്നതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ബഹിരാകാശ പേടകങ്ങൾക്ക് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നത് ഒരു അപകട മേഖലയൊന്നുമല്ല.